ബിഗ് ബോസ് മലയാളം സീസൺ 7 ടോട്ടലി അൺഫിറ്റ് ആയിട്ടുള്ള 5 മത്സരാർത്ഥികൾ. അതാരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ലോക്കലി നടത്തിയൊരു സർവേയിൽ കൂടി തിരഞ്ഞെടുത്തതാണ്. നമ്പർ 5 ശൈത്യ വളരെ മോശം പെർഫോമൻസാണ് ഇപ്പോൾ BB ഹൗസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു രീതിയിലും ആക്റ്റീവായിട്ട് നിൽക്കാൻ അവരെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി പോകെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ പക്ഷേ അവർ ടോട്ടലി അൺഫിറ്റാണ്. നമ്പർ 4 കലാഭവൻ സരിക. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇടയ്ക്ക് അനീഷിനെ എല്ലാവരും ആക്രമിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല, പ്രത്യേകിച്ചൊരു കണ്ടൻറ്റും ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. പാചകം ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ ഈ ഗെയിമിന് അൺഫിറ്റാണ്. അടുത്തയാളാണ് നമ്മുടെ മുൻഷി രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ വയ്യായിക കൊണ്ടാണോ എന്താണോന്ന് അറിയില്ല, അദ്ദേഹം ഈ എങ്ങനെയൊക്കെയോ നിന്നു പോകുന്നു. നേരത്തെ ഈ പറഞ്ഞേക്കുന്ന പോലെ കലാഭവൻ സരിക അനീഷിനെ എല്ലാവരും ആക്രമിക്കുമ്പോൾ കൂടെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇദ്ദേഹം. എന്തൊക്കെയോ പറയാൻ നോക്കുന്നു, ഒരു കാര്യമില്ല. അടുത്തയാൾ രേണുസുതി. ഇത്രയും വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം ഉണ്ടാക്കി വന്നിട്ട് ആളുകൾ വെയിറ്റ് ചെയ്തിരുന്ന പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ രേണുസുതിയുടെ തന്നെയാണ്. പക്ഷേ അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അവർ മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കലി അൺഫിറ്റാണ്. അവർക്ക് കൊണ്ട് ഈ ഗെയിം കളിച്ചെത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എപ്പോഴും ചടഞ്ഞുകൂടിയുള്ള ഇരിപ്പ് തന്നെ വളരെ നെഗറ്റീവാണ് രേണു. കാരണം ഇതേപോലൊരു ഗെയിമിൽ വന്നിട്ട് എവിടെയെങ്കിലും ഉറക്കം തൂങ്ങിയിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. പിന്നീട് ഒരാളോട് പോലും കൃത്യമായിട്ട് സംസാരിച്ച് ക്രാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി രേണുവിനില്ല. ഫിസിക്കൽ ഗെയിംസും ചലഞ്ചുകളും എല്ലാം വരുമ്പോൾ രേണു എപ്പോഴും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നു. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഷോയല്ലേ ഇത്. ഇനി ഞാൻ പറയാൻ പോകുന്ന താരത്തിൻ്റെ പേര് ഇതിൽ പലരുടെയും ഇഷ്ടതാരമായിരിക്കും. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള താരമാണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അവർ ഈ ഗെയിമിന് അൺഫിറ്റ് തന്നെയാണ്. അനുമോളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവർ ശരിക്കും മുമ്പത്തെ സീസണിൽ ഏതെങ്കിലും വന്നു പോയാൽ പോലും കുഴപ്പമില്ലായിരുന്നു. കാരണം ക്യൂട്ട്നെസ് വാരി വിതറവും കുറേ കരച്ചിൽ നാടകവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകായിരുന്നു. പക്ഷേ ഈ സീസണിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും തന്നെ അഗ്രസീവായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളാണ്. അനുവിൻ്റെ കരച്ചിലും ഈ പറഞ്ഞേക്കുന്ന പോലെ നന്മമരവും ക്യൂട്ട്നെസ്സും ഒക്കെ ഇവിടെ വിലപ്പോകുമെന്ന് തോന്നുന്നില്ല. ഇത്രയും കളിക്കുന്ന ആളുകളുടെ ഗെയിമിൽ ഇതേപോലെ ഒരു കോണ്ടസ്റ്റൻ്റ് എപ്പോഴും അൺഫിറ്റാണ്. ഇവരെ പോലെയുള്ള ആളുകളെ സ്റ്റാർ മാജിക്കിലേക്കൊക്കെ വിടുകയാണ് വേണ്ടത്, അല്ലാണ്ട് ബിഗ് ബോസ് ഷോയിലേക്ക് കൊണ്ടുവരുമല്ല വേണ്ടത്. ഞാനീ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല. ബിഗ് ബോസ് കഴിഞ്ഞ എല്ലാ സീസണും കണ്ടിരുന്ന എൻ്റെ 100 സുഹൃത്തുക്കൾക്കിടയിൽ നിന്നെടുത്ത അഭിപ്രായമാണ്. അവർ പറഞ്ഞ അഭിപ്രായമാണ് ഞാനിവിടെ പങ്കുവച്ചേക്കുന്നത്. ഇവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പേരും അനുമോളുടെ തന്നെയാണ്. അനുമോൾ ഇതേപോലൊരു ഷോയ്ക്ക് പറ്റിയ ആളല്ല. അവർ പകുതി ഫേക്കാണെന്ന് പറഞ്ഞ ആളുകളാണ് ഈ പറഞ്ഞ 100 പേരിൽ കൂടുതൽ. പിന്നെ ബിഗ് ബോസ് ഗെയിമാണ്, മാറ്റങ്ങളുണ്ടാകാം. നാളെ ഇവർക്കും മാറ്റങ്ങളുണ്ടാകട്ടെ, നല്ല ഗെയിമേഴ്സായിട്ട് മാറട്ടെ എന്ന് പറയാം.